ഇനി CPMന്റെ വിഷയം നോക്കുകയാണെങ്കിൽ തന്നെ ഉദാരലൈംഗികതയ്ക്ക് കൈയടിച്ച, സ്വയംഭോഗ ദിനം ആചരിച്ച, കൺസെന്റ് ഉണ്ടെങ്കിൽ സ്വന്തം അമ്മയെ വരെ സെക്സ് ചെയ്യാം എന്ന് പറഞ്ഞ, ദിസ് പ്ലാന്റ് നീഡ്സ് സെക്ഷൽ ലിബറേഷൻ എന്ന് ചുവരെഴുത്തുകളിൽ കൊട്ടിഘോഷിച്ച ഈ നവ കമ്മ്യൂണിസ്റ്റുകൾ എങ്ങനെയാണ് സ്വം കൺസെന്റോട് കൂടി ഒരു വ്യക്തിയോട് ലൈംഗികതയിൽ ഏർപ്പെടുകയും ആ ഒരു വ്യക്തി ഗർഭം ധരിപ്പിക്കുകയും ചെയ്ത രാഹുലിനെതിരെ രംഗത്തിറങ്ങുക എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പൊളിറ്റിക്സ് അഥവാ രാഷ്ട്രീയം എന്നുള്ളത് ഒരു ഞാണ്മകളെയാണ്. സമർത്ഥമായ ചിന്താഗതിയും കാഴ്ചപ്പാടും വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള ഒരു കരുത്തൊക്കെ ഒരു രാഷ്ട്രീയക്കാരന് ഉണ്ടാവുക എന്നുള്ളതാണ് രാഷ്ട്രീയക്കാരൻ്റെ അടിത്തറ എന്നുള്ളത്. താൻ ചെയ്യുന്ന ഒരു തിന്മ അല്ലെങ്കിൽ താൻ ചെയ്യുന്ന ഒരു നന്മ മറ്റുള്ളവർ കാണുന്നതിലുപരി താൻ ചെയ്യുന്ന തെറ്റ് മറ്റുള്ളവർ കാണാതിരിക്കുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ വിജയം എന്നുള്ളത്. നമുക്ക് കേരളം പോലുള്ള ശക്തമായ സദാചാരബോധം നിലനിന്ന് വരുന്ന ഈ ഒരു സ്ഥലത്ത് ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വരുമ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് സ്ത്രീയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ എന്നുള്ളതൊക്കെ. നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAൻ്റെ വിഷയമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിൽ ഈ ഒരു ആഴ്ചയിൽ വൻ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെയുള്ള ആരോപണങ്ങൾ. ഈ ഒരു സമയത്ത് സമാനമായ ഒരുപാട് കേസുകൾ മുമ്പ് ഒരുപാട് രാഷ്ട്രീയക്കാർക്ക് വന്നു ചേർന്നത് നമുക്ക് കാണാൻ സാധിക്കും. എങ്കിലും ഈ ഒരു കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്സിൽ ഇത്രയധികം ഉള്ളൊഴുക്ക് ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് അതിന് ഇത്രയധികം ഒരു ഉള്ളൊഴുക്ക് ലഭിച്ചു അല്ലെങ്കിൽ അടിത്തറ ലഭിച്ചു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. സമൂഹമാധ്യമങ്ങളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് രാഹുലും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് രാഹുൽ എന്ന രാഷ്ട്രീയക്കാരൻ്റെ വെള്ള പൂശാനോ അല്ലെങ്കിൽ അദ്ദേഹം നേരിടുന്ന ഈ ഈ ആരോപണങ്ങൾ കെട്ടിച്ചമക്കപ്പെട്ടതാണെന്ന് തീർത്ത് പറയാനോ ഒന്നുമല്ല. ഈ ആരോപണങ്ങളെ ചുറ്റിപ്പറ്റി ഒരുപാട് ഈ കാര്യങ്ങൾ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാനുണ്ട്. ആദ്യമായിട്ട് ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരന് ഇത്തരത്തിലുള്ള ഒരു ആരോപണം നേരിടുന്നു എന്നുള്ളത് ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല കേരള രാഷ്ട്രീയത്തിൽ. സമാനമായിട്ട് ഒരുപാട് ഉദാഹരണങ്ങളും നമ്മൾ ഒരു നീണ്ട നിര തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഒരു വിഷയത്തിൽ രാഹുലിൻ്റെ വിഷയം വ്യത്യസ്തമാക്കുന്നത് വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ജന ജനവികാരവും അതുപോലെ തന്നെ മാധ്യമ ശ്രദ്ധയും പിടിച്ചു പറ്റി എന്നുള്ളതാണ്. ഇത്രയും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഈ ഒരു വിഷയം ഈ രീതിയിൽ ചർച്ചപ്പെടുന്നതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെ. ആദ്യമായിട്ട് രാഹുൽ നേരിട്ട ആരോപണങ്ങൾ എന്താണെന്ന് വിശകലനം ചെയ്യും. ഒന്നാമതായി അദ്ദേഹം സ്ത്രീകളോട് മോശമായ രീതിയിൽ ചാറ്റ് ചെയ്തു എന്നുള്ളത്. രണ്ടാമതായി അബോർഷൻ പ്രേരിപ്പിച്ചു. മൂന്നാമതായി ലൈംഗിക ബന്ധത്തിന് താല്പര്യം പഠിപ്പിച്ചു എന്നീ തുടങ്ങിയ ആരോപണങ്ങളാണ് ഇതുവരെ അദ്ദേഹത്തിൻ്റെ എതിരെ നിലനിൽക്കുന്നത്. നിലവിൽ രാഹുലിനെതിരെ ഒരു നിയമപരമായിട്ടുള്ള ഒരു യുദ്ധത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നില്ല. കാരണം ഒരു ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തിനെതിരെ ഒരു പരാതി അല്ലെങ്കിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇതിലേക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഇത്രയേറെ വലിയൊരു ആരോപണം ഉന്നയിച്ചിട്ടും ഈ ഇരകളാണെന്ന് അവകാശപ്പെടുന്നവരുടെ പ്രൊഫൈലുകൾ സമൂഹ മാധ്യമങ്ങളിൽ പരക്കെ അറിയപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്യാൻ ഇവർ പിന്തിരിഞ്ഞു നിൽക്കുന്നത് എന്നതാണ്. കേസുമായി മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ള കാര്യം ശരി തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു ഇരക്ക്, അതൊരു സ്ത്രീ ആകുമ്പം അവർക്ക് അവരുടേതായ പ്രൈവസി കൺസേൺസ് ഉണ്ടാവും. അതാകും, ഒരുപക്ഷെ അതായിരിക്കാം അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ മടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ. മാത്രമല്ല, ഈ ഇരയായ സ്ത്രീകൾ തന്നെ പറയുന്നുണ്ട്, ഷാഫി പറമ്പിലിനെ പോലത്തെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾക്ക് പരാതി നൽകിയതായിട്ടും ഇരകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആരോപണം ഉയരുക എന്നുള്ളത് ഒരിക്കലും ഒരു സെൽഫ് വാലിഡ് ആയിട്ടുള്ള കാര്യമല്ല. തെളിവ് കൂടി ഉണ്ടെങ്കിലേ ഒരു ആരോപണത്തിന് അർത്ഥം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ആർക്കും ആരെ വേണമെങ്കിലും എപ്പോഴും ആരോപിക്കാനുള്ള ഒരു അവസരം അവിടെ ഉയർന്നു വരികയാണല്ലോ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഓഡിയോ ക്ലിപ്പുകളാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. ആ ഒരു ഓഡിയോ ക്ലിപ്പുകൾക്ക് പോലും കൃത്യമായിട്ടുള്ള തെളിവിൻ്റെ ഒരു ആധികാരികത അവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇനി ഇതൊക്കെ ശരിയാണെന്ന് നമ്മൾ വെക്കുകയാണെങ്കിൽ പോലും ഒരു പരാതിക്കാരി എന്നുള്ള നിലയ്ക്ക് ആ ഒരു വ്യക്തി പരാതിപ്പെടേണ്ടത് ഒരു രാഷ്ട്രീയ സംഘടനയോടല്ല, മറിച്ച് പോലീസിലാണ് ഒരു വ്യക്തി പരാതിപ്പെടേണ്ടത്. അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനോടോ അല്ലെങ്കിൽ വി.ഡി. സതീശനെയോ ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല. കോടതികളാണ് ഈ ഒരു വിഷയത്തിലുള്ള നടപടികൾ എടുക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞ ഇരക്കുള്ള അതുപോലത്തെ കൺസേൺ അവിടെ പ്രതിക്കുമുണ്ട്. ഇപ്പോൾ ഇവിടെ വന്ന് രാഹുലിനെതിരെ വന്ന ഈ ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം എന്നുള്ളത് അത് അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന തരത്തിലുള്ള തെളിവുകൾ വന്നാൽ അദ്ദേഹത്തിന് ഏറ്റ ഇത്രയും ആഘാതങ്ങൾക്ക് അല്ലെങ്കിൽ ഏറ്റ ഇത്രയും പ്രശ്നങ്ങൾക്ക് ആരാണ് അവിടെ സമാധാനം പറയാ?
അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾക്കെതിരെ ഒരു കേസ് ഉണ്ടാവുക, ഒരാൾക്കൊരു പരാതി ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒഫീഷ്യലി ആ ഒരു വിഷയത്തിൽ കേസ് കൊടുക്കുക എന്നാണ് ചെയ്യേണ്ടത്. രാഹുലിൻ്റെ ഒരു വിഷയത്തിൽ വേറൊരു ആസ്പെക്റ്റിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു ഒരു പൊതുപ്രവർത്തകന്, വിശേഷിച്ചും ഒരു രാഷ്ട്രീയക്കാരന് രണ്ട് പേഴ്സണലായിട്ട് ലൈഫുണ്ടാവും, പബ്ലിക്കായ ലൈഫുണ്ടാവും. പക്ഷെ നമ്മളെ കേരള രാഷ്ട്രീയത്തിലും അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും നമ്മൾ പരിശോധിച്ചാൽ ഒരു മോശം പ്രവണത നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു ഒരു രാഷ്ട്രീയക്കാരൻ അദ്ദേഹത്തിൻ്റെ വ്യക്തി കേന്ദ്രീകൃതമായ എന്തെങ്കിലും കാര്യങ്ങൾ ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ അവിടുത്തെ ആ രാഷ്ട്രീയ പാർട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു പ്രവണത, അത് തീർത്തും ഒരു മോശമായ ഒരു പ്രവണത, ഒരു 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 സംഗതിയാണ്. സമാനമായിക്കൊണ്ടുള്ള ആ ഒരു വിഷയം ഈ ഈ ഈ രാഹുലിൻ്റെ വിഷയത്തിലും കാണാവുന്നതാണ്. അതായത് ഈ വിഷയം ഉന്നയിക്കപ്പെട്ടപ്പോൾ, ഈ രാഹുലിനെതിരെ ഉള്ള ഈ ഒരു വിഷയം ഉന്നയിക്കപ്പെട്ടപ്പോൾ CPM-ഉം BJP-യും കോൺഗ്രസ് എന്ന പാർട്ടിയെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. അതേസമയം കോൺഗ്രസ് ഇവിടെ ചെയ്യാൻ ശ്രമിച്ചത് CPM-ലെ ഇതേ വിഷയത്തിൽ ആരോപിതരായ MLA-മാരെയോ അല്ലെങ്കിൽ മന്ത്രിമാരുടെയോ ഒരു നീണ്ടൊരു ലിസ്റ്റ് സമൂഹത്തിൽ അത് പബ്ലിഷ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുമാണ് അവരിതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. സത്യത്തിൽ ഈ ഒരു പ്രവണത, അത് ഒരു വ്യക്തി കേന്ദ്രീകൃതമായ ഒരു വിഷയത്തെ അത് പാർട്ടിയുടെ മേൽ ചാർത്തുക എന്നുള്ളത് ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ലൊരു ഒരു വിശേഷണമോ അല്ലെങ്കിൽ നല്ലൊരു കാര്യമല്ല. അതിന് ഏത് രാഷ്ട്രീയക്കാരനാവട്ടെ, അതൊരു കോൺഗ്രസ്സുകാരന് കിട്ടേണ്ട ഒരു പ്രിവിലേജ് ഒന്നുമല്ല. അത് ഏത് രാഷ്ട്രീയക്കാരനാവട്ടെ, CPM-കാരനാവട്ടെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനാവട്ടെ, മുസ്ലിം ലീഗുകാരനാവട്ടെ, ഏത് രാഷ്ട്രീയക്കാരനും ചെയ്താലും ഈ ഒരു വിഷയം ബാധകമാണ്. പക്ഷേ പലപ്പോഴും പാർട്ടികൾ പ്രതികളെ സംരക്ഷിക്കാറാണ് നോക്കാറുള്ളത്. വിശിഷ്യ സ്ത്രീ പീഡന കേസുകളിൽ CPM സ്വന്തം പ്രതികളെ ന്യായീകരിക്കുകയും അവരെ കൂടെ നിർത്തിയ ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ രാഹുലിന്റെ വിഷയത്തിൽ കോൺഗ്രസ് ചെയ്തതെന്താ? CPM-ന്റെ പോലെ സ്വന്തം പ്രതികളെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ പീഡനത്തിന്റെ തീവ്രത അളക്കാൻ ഒരു കമ്മീഷനെ ഏൽപ്പിക്കുകയോ അല്ല ചെയ്തത്. മറിച്ച് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തിൽ നിന്നും അതേപോലെ പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് വരെ രാഹുലിനെ സസ്പെൻഡ് ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല രമേശ് ചെന്നിത്തല പോലത്തെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ MLA സ്ഥാനം വരെ രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ രാഹുൽ മങ്കൂട്ടത്തിൽ എന്ന് വെച്ചാൽ കോൺഗ്രസിൽ ഏറ്റവും ലീഡിങ് ഐക്കൺ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കഴിഞ്ഞ പാലക്കാട് ബൈ ഇലക്ഷനിൽ മിന്നും വിജയം കരസ്ഥമാക്കിയ വ്യക്തിത്വം കൂടിയാണ്. ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ CPM-ൽ ഇങ്ങനത്തെ ഒരു നടപടി നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല. ഇത്രയും ലീഡിങ് ഐക്കൺ ആയ ഒരു വ്യക്തിത്വത്തെ ഒറ്റയടിക്ക് പുറന്തള്ളുക എന്നുള്ളൊരു സംഭവം. നമ്മൾ നോക്കുകയാണെങ്കിൽ രാഹുലിനെ നിരന്തരമായി വേട്ടയാടുന്ന രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് CPM-ഉം BJP-യും. ഈ ഒരു കേസ് എന്നുള്ളത് ഒരു ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ഒന്നുമല്ലല്ലോ. ഒരു കേസുമായി ബന്ധപ്പെട്ട, ഒരു ക്രൈമുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടികളുടെ സ്വാഭാവികമായിട്ടുള്ള കക്ഷി രാഷ്ട്രീയമാണ്. ഇനി നമ്മൾ BJP-ക്കും CPM-നും ഈ വിഷയത്തിൽ എത്രത്തോളം ഇതിനെതിരെ രംഗത്തിറങ്ങാനുള്ള അർഹത ഉണ്ട് എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ അഭിമാന കായിക താരങ്ങളായിരുന്ന വ്യക്തികളെ ലൈംഗികമായി പീഡിപ്പിച്ച BJP MP ബ്രിജ്ഭൂഷണെതിരെ, അല്ലെങ്കിൽ കർണാടകയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന സമാനമായ കേസിൽ ആരോപണ വിധേയനായ യെദ്യൂരപ്പക്കെതിരെ, അല്ലെങ്കിൽ BJPയുടെ കേരള കോർ കമ്മിറ്റി അംഗമായി ഈ ഒരു വിഷയത്തിൽ പ്രതി ചേർക്കപ്പെട്ട ഒരു വ്യക്തിക്കെതിരെ BJP എന്താണ് നടപടിയെടുത്തത്? ഇനി CPM-ന്റെ വിഷയം നോക്കുകയാണെങ്കിൽ തന്നെ ഉദാരലൈംഗികതയ്ക്ക് കൈയടിച്ച, സ്വയംഭോഗ ദിനം ആചരിച്ച, കൺസെന്റ് ഉണ്ടെങ്കിൽ സ്വന്തം അമ്മയെ വരെ സെക്സ് ചെയ്യാം എന്ന് പറഞ്ഞ, ദിസ് പ്ലാന്റ് നീഡ്സ് സെക്ഷൽ ലിബറേഷൻ എന്ന് ചുവരെഴുത്തുകളിൽ കൊട്ടിഘോഷിച്ച ഈ നവലിബറൽ കമ്മ്യൂണിസ്റ്റുകൾ എങ്ങനെയാണ് കൺസെന്റോട് കൂടി ഒരു വ്യക്തിയോട് ലൈംഗികതയിൽ ഏർപ്പെടുകയും ആ ഒരു വ്യക്തി ഗർഭം ധരിപ്പിക്കുകയും ചെയ്ത രാഹുലിനെതിരെ രംഗത്തിറങ്ങുക എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പീഡന കേസിൽ ഉൾപ്പെട്ട MLA-മാരെയും MP-മാരെയും വരെ സംരക്ഷിച്ചു നിർത്തിയ ഒരു പാർട്ടി എങ്ങനെയാണ് ഒരു പ്രതിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ മുഖം നോക്കാതെ നിലപാടെടുത്ത ഒരു കോൺഗ്രസ് പാർട്ടിയെ എങ്ങനെയാണ് വിമർശിക്കാനുള്ള അവർക്കുള്ള അർഹതയുള്ളത്? ഇനി മാത്രമല്ല, നമ്മളൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരാഴ്ചയിൽ നമുക്ക് ഇതിലേറെ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് സംഭവിക്കുകയുണ്ടായി. വോട്ടുചോരി പോലെയുള്ള ഒരുപാട് വിഷയങ്ങൾ, അല്ലെങ്കിൽ CPM-ന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായ കത്തി വിവാദങ്ങൾ പോലെയുള്ള വിഷയങ്ങൾ, തെരുവ് നായ്ക്കളുടെ വിഷയങ്ങൾ, ഈ ഒരു വിഷയത്തെല്ലാം മറച്ചുകൊണ്ട് അതിലേറെ എത്രയോ വലിയൊരു സംഭവമായി ഈ ഒരു വിഷയത്തെ കൊട്ടിഘോഷിക്കുന്ന സമയത്ത് മീഡിയകൾ എന്തിനെയാണ് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് എന്ന് കൂടി നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ വിഷയത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ നമ്മൾ അന്വേഷിച്ചാൽ ഉയർന്നു വരുന്ന ഒരു വാദമാണ് ഇതൊരു രാഷ്ട്രീയമായ ഒരു ഗൂഢാലോചനയാണെന്നുള്ളത്.
അത് ആ ഗൂഢാലോചന അത് കോൺഗ്രസ് പാർട്ടിൻ്റെ അകത്തു നിന്നുള്ളതാണെന്ന് പറയുന്നവരുണ്ട്. അല്ല CPM നിന്നും BJP നിന്നാണെന്ന് പറയുന്നവരുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ അകത്തു നിന്നുള്ള ഒരു ഗൂഢപദ്ധതിയാണെന്ന് പറയുമ്പോൾ ഇത് ഉയർന്ന നേതാക്കൾ കൊടുത്ത പണിയാണെന്നും അല്ല അത് യുവ നേതാക്കൾ കൊടുത്ത കെണിയാണെന്നും പറയുന്ന അത്തരത്തിലുള്ള സംസാരങ്ങൾ സമൂഹത്തിലുണ്ട്. കോൺഗ്രസ് പാർട്ടിയിലെ ഒരു ജനകീയ നേതാവാണ് ശ്രീമാൻ ഉമ്മൻചാണ്ടി സാർ. അദ്ദേഹത്തിന് ശേഷം കോൺഗ്രസ് പാർട്ടിയിലെ ഒരു ജനകീയ നേതായി ഉയർന്ന ആളുകളാണ് ഷാഫി പറമ്പിലും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും. ഇവരുടെ പെട്ടെന്നുള്ള ഉയർച്ചയ്ക്ക് ഈ ഉയർന്ന നേതാക്കൾ കോൺഗ്രസിൻ്റെ ഉയർന്ന നേതാക്കൾ കൊടുത്ത ഒരു ഷോർട്ട് ട്രീറ്റ്മെൻ്റ് ആണ് എന്നുള്ള ഒരു വാദം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഉയർന്ന നേതാക്കൾ അവരുടെ പരിപാടികളിലും സമ്മേളനങ്ങളിലും അഹങ്കാരത്തോടെ പറയുന്ന ഒരു കാര്യമാണ് അവരുടെ യൂത്ത് നിരയെക്കുറിച്ച്. ഈ യൂത്ത് നിര അവരുടെ യൂത്തിനെ പരിശോധിച്ചാൽ വളരെ പ്രഗത്ഭരായ ഒരുപാട് പ്രവർത്തകരെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു വാദമാണ് ഇത് CPM ഉണ്ടാക്കിയെടുത്ത ഒരു ഗൂഢ പദ്ധതിയാണെന്നുള്ളത്. കാരണം CPMൻ്റെ മുൻകാല ചരിത്രം എടുത്തു നോക്കിയാൽ ഈ എതിർ കക്ഷികളെ ആരോപിക്കുന്നതിൽ ഈ പ്രത്യേകിച്ചും ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരോപിക്കുന്നതിൽ അവർക്ക് ഒരു വലിയൊരു രാഷ്ട്രീയ പാരമ്പര്യം തന്നെ അവർക്കുണ്ട്. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെക്കാളും ഈ വിഷയത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചത് ഇവിടുത്തെ മാധ്യമങ്ങളായിരുന്നു. അവരെയും മാധ്യമങ്ങളുടെ അവസാനത്തെ അല്ലെങ്കിൽ ഈ അടുത്തായിട്ടുള്ള ഫീഡുകൾ നോക്കിയാൽ അവരുടെ പോസ്റ്റുകൾ നോക്കിയാൽ തന്നെ അവർക്ക് എത്രത്തോളം ഈ വിഷയം താല്പര്യമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മാധ്യമ സ്ഥാപനങ്ങളിലെ അവതാരകർക്ക് ഈ വിഷയത്തിൽ എത്രത്തോളം പറയാൻ അല്ലെങ്കിൽ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് എന്നുള്ളത് മറ്റൊരു ചർച്ചാ വിഷയമാണ്. ഒരു പക്ഷേ ഈ കേസ് വെറും ഒരു കള്ളമായിരുന്നു. ഈ വിഷയത്തിന് ഒരേ ഒരു മാർഗമേ ഇനി നിലനിൽക്കുന്നത് ഇത് ഒരു വ്യക്തമായ ഒരു അന്വേഷണം. ഈ വിഷയത്തിന് രാഹുലിൻ്റെ കേസിൽ ഒരു വ്യക്തമായ അന്വേഷണം ഉണ്ടാവുക എന്നുള്ളതാണ്. തീർച്ചയായും നമ്മൾ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് രാഷ്ട്രീയം എന്നത്. പൊതുജനങ്ങളെ പോലെ തന്നെ രാഷ്ട്രീയക്കാരും വ്യക്തി ജീവിതത്തിൽ വളരെയധികം സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്. പരിശുദ്ധിയും അല്ലെങ്കിൽ നൈതികതയും ഇല്ലാത്തൊരു ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് പൊതുജനങ്ങളെ സേവിക്കാൻ കഴിയുക? നൈതികതയില്ലാത്ത ഒരാളെ പൊതുജനം വിശ്വസിക്കുക എന്നുള്ളത് തന്നെ വളരെയധികം അസംഭവ്യമായ ഒരു കാര്യമാണ്. ഇനി നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ മൊത്തമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് സ്വന്തം പാർട്ടിയിലുള്ള ഒരാളെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ അതിനെ വളരെയധികം നോർമലൈസ് ചെയ്യുന്നു. എന്നാൽ മറ്റൊരു കക്ഷിയിലുള്ള ഒരാൾ ഈ ഒരു കാര്യം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ മാക്സിമം ഏത് നിലയിൽ അദ്ദേഹത്തിനെതിരെ ആരോപിക്കാൻ കഴിയും എന്ന കാര്യം അത് രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ അതിലിരിക്കുന്ന ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് സ്വന്തം പാർട്ടിയിലുള്ള ആളുകളെ വെള്ളപൂശാനും മറ്റുള്ള പാർട്ടിയുടെ ഒരാളാണെങ്കിൽ അദ്ദേഹത്തെ പരമാവധി തേക്കാനും ശ്രമിക്കുന്ന ഒരു ഗോത്രവർഗമായി രാഷ്ട്രീയം എന്ന പേര് മാറുന്നത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഈ രാഹുലിനെതിരെയുള്ള ഈ ഒരു സംഭവത്തിന് കോൺഗ്രസ് എടുത്തൊരു നിലപാട് എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എടുക്കാൻ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നിലപാടാണ് അവിടെ കോൺഗ്രസ് എടുത്തത്. അത് കോൺഗ്രസ് ചെയ്തത് അവരുടെ ഒരു ഉത്തരവാദിത്തമാണ്. അല്ലാതെ കോൺഗ്രസിന് ഒരു വലിയൊരു ഔദാര്യമായിട്ട് നമ്മൾ ആ ഒരു വിഷയത്തെ കാണേണ്ടതൊന്നുമില്ല. പക്ഷേ ഈ ഒരു വിഷയം അവിടെ കോൺഗ്രസ് എടുത്ത ഒരു നിലപാട് അവിടെ ഹൈലൈറ്റായി മാറിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ഒരു വിഷയം ഏറ്റെടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇനി നമ്മളെ പോലെയുള്ള ജനാധിപത്യ വിശ്വാസികളെ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പക്ഷമല്ല നമ്മൾ പിടിക്കേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ പിടിക്കേണ്ടത് നീതിയുടെ അല്ലെങ്കിൽ നേരിന്റെ പാതയാണ് നമ്മൾ പിടിക്കേണ്ടത്. രാഹുലിന്റെ ഒരു വിഷയത്തിന് നമ്മുടെ ഒരു പക്ഷം എന്താണെന്ന് ചോദിച്ചാൽ രാഹുൽ അഥവാ തെറ്റുകാരനാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. രാഹുലിനെ കല്ലെറിയേണ്ടതുണ്ട്. പക്ഷെ പാപിൽ ചെയ്യാത്ത കല്ലെറിയട്ടെ.